കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിന് സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്ത് അവൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയ സമയത്ത് ഒരാളെ ഏൽപ്പിച്ചു റിപ്പയർ ചെയ്യാനായിട്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് റിപ്പയർ ചെയ്ത് കിട്ടി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫാമിലി ഫോട്ടോസ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെർട്ടിക്കുലർ പേഴ്സൺ മിസ്യൂസ് ചെയ്യപ്പെട്ടു. 1-2 കാര്യങ്ങൾ ഇവൻ സൂക്ഷിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുകയില്ലായിരുന്നു. എന്തായാലും എന്തൊക്കെയാണ് നമ്മൾ ഫോൺ മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ സഹായിക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയം, നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ആരെങ്കിലും ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആർക്കെങ്കിലും വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഗൂഗിൾ ഫോട്ടോ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കുക. ഗൂഗിൾ ഫോട്ടോസ് വളരെ നല്ലൊരു ആപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ ഇമേജ് ഒക്കെ ബാക്കപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം, ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഗൂഗിളിൻ്റെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. എന്നിരുന്നാൽ ഗൂഗിൾ ഫോട്ടോ എപ്പോഴും ജിമെയിലുമായിട്ട് സിങ്ക് ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഈ മൊബൈൽ ഫോൺ ഒരാളെ ഏൽപ്പിക്കുന്നു, റിപ്പയർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വിൽക്കാനോ ഞാൻ ആരെങ്കിലും കൊടുക്കുന്നു. ഒരു പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് സൈൻ ഔട്ട് ചെയ്യുന്നില്ല. ഇദ്ദേഹം ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യുന്നു. നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ ഫോട്ടോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ ഫോട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ ഗൂഗിൾ ഫോട്ടോയുടെ ഇൻ്റർഫേസ്. ഞാൻ എൻ്റെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം ഗൂഗിൾ ഫോട്ടോയിൽ ബാക്കപ്പ് ചെയ്യാറുണ്ട്. ഇൻ കേസ് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് ഈ ഫോട്ടോയൊക്കെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോൺ കംപ്ലൈൻ്റ് ആയി എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് ഗൂഗിൾ ഫോട്ടോയിൽ ലോഗിൻ ചെയ്യുക. ഗൂഗിൾ ഫോട്ടോയുടെ URL ഇങ്ങനെയാണ്, photos.google.com എന്നാണ് അതിൻ്റെ ഡൊമൈൻ വരുന്നത്. അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ സിങ്ക് ചെയ്തിട്ടുള്ള ഫോട്ടോകളെല്ലാം നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കും. എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഫോട്ടോസോ വീഡിയോസോ നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൺ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ആ ഫോട്ടോയോ വീഡിയോ അദ്ദേഹത്തിന് ലഭിക്കാതെ വരും. രണ്ടാമത്തെ ഓപ്ഷൻ, നമ്മുടെ മൊബൈൽ ഫോൺ ആർക്കെങ്കിലും വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ myaccount.google.com/device-activity എന്ന വെബ്സൈറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ആൻഡ്രോയിഡ് ഫോണാണ് ഈ കാണുന്നത്. അത് അക്കൗണ്ട് ആക്സസ് ജസ്റ്റ് റിമൂവ് ചെയ്യുക. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജിമെയിലോ അതല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവോ ഗൂഗിൾ ഫോട്ടോസോ ഒന്നും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയില്ല. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മൊബൈൽ ഫോൺ ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിനെ, മൊബൈലിൽ സിങ്ക് ചെയ്തിട്ടുള്ള ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തിന് ആ ഒരു ഇഷ്യൂസ് സംഭവിക്കില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം നമ്മുടെ മൊബൈൽ ഫോൺ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഓർത്തിരിക്കുക. ഡെസ്ക്ടോപ്പിൽ ഒന്ന് ലോഗിൻ ചെയ്ത് വെക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതൊരു അറിവാണ്. നമ്മുടെ സഹോദരിമാർക്കൊന്നും ഒരുപക്ഷെ ഇങ്ങനെ അറിയണമെന്നില്ല. അവരാരുടെയും കയ്യിൽ കൊണ്ടേ മൊബൈൽ ഫോൺ കൊടുക്കും. പിറ്റേ ദിവസം ചില അവന്മാർ ഈ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇതൊരു അറിവ് മാത്രമാണ്. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങളും സഹായിക്കുക. പുതിയ ടെക്നോളജി പരമായിട്ടുള്ള അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.